പ്രിയമുള്ളവരെ, ഈ വേദിയിലുള്ള പ്രിയപ്പെട്ട എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ ഹരിദാസ്, ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള അമ്മ സഹോദരിമാരും, പ്രിയപ്പെട്ട ഈ നാടിൻ്റെ പൊതുജീവിതത്തിലും സാംസ്കാരിക ജീവിതത്തിലും പലതരത്തിൽ വ്യക്തിത്വങ്ങളിൽ പ്രവർത്തിക്കുന്നവരുമായ ബഹുമാന്യരെ, ഈ രാമായണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മനുഷ്യൻ സ്വാതന്ത്ര്യത്തോടെ അവൻ്റെ അനുഭവങ്ങളുമായി ഈ കാലത്തെ സാഹചര്യങ്ങളുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് വാൽമീകി ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിക്കാൻ കഴിയും. ഈ ഇതിഹാസങ്ങൾ ചരിത്രവുമായി ബന്ധമുള്ളതാണ് എന്ന് വെച്ചത് ചരിത്രമല്ല, അതിനകത്ത് ചരിത്രം ഉള്ളടക്കം ചെയ്തു. അത് കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം അത് വായിക്കുന്നവർക്കുള്ളതാണ്. അതൊരു 50 വർഷം മുമ്പ് വായിച്ച മനുഷ്യനുള്ള ഉത്തരവാദിത്വമല്ല ഇന്ന് വായിക്കുന്ന മനുഷ്യർക്കുള്ളത്. ഇന്ന് വായിക്കുന്ന മനുഷ്യർക്കുള്ള ഉത്തരവാദിത്വമല്ല നമ്മുടെ കുട്ടികൾ കുറച്ചുകൂടെ പ്രായമായി ഒരു 10-20 വർഷം കഴിയുമ്പോൾ ഈ അറിവിൻ്റെ, പ്രത്യേകിച്ച് സാങ്കേതിക അറിവിൻ്റെയൊക്കെ ലോകം വല്ലാതെ മാറുന്ന കാലത്ത് ജീവിക്കുന്ന കുട്ടികൾക്കുള്ള ഈ സ്വാതന്ത്ര്യം നൽകുന്നത് കൊണ്ടാണ് അത് ഇതിഹാസമാവും. എല്ലാ കാലത്തും ആ കാലത്തിൻ്റെ വ്യസനങ്ങളെ ഉൾക്കൊണ്ട് അത് പരിഹരിക്കാനുള്ള മനസ്സിൻ്റെ കരുത്തു നേടാൻ ശ്രമിക്കുന്നവർക്കുള്ള മരുന്നാണ് ഇതിഹാസം. അത് എല്ലാ കാലത്തുമുള്ള മനുഷ്യനുള്ള മരുന്നാണ്. അതുകൊണ്ടാണ് ചിലർ പറയുന്നത് രാമായണം ആദികാവ്യം മാത്രമല്ല, അത് അന്ത്യകാവ്യം കൂടിയാണ്. അതായത് ഒരിക്കലും അതിൻ്റെ പുതുമ നഷ്ടപ്പെട്ടു പോകാതെ നിലനിൽക്കുന്ന ഒരു അനശ്വര കാവ്യമാണ്. അപ്പൊ അതിൽ ഇന്ന് എന്നോട് ഇതിന്റെ സംഘാടകർ, പ്രത്യേകിച്ച് ശ്രീ ഉദയഭാനു, ആവശ്യപ്പെട്ടത് രാമായണത്തിലെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ കുറിച്ച് എൻ്റെ ഒരു വീക്ഷണം പറയുക എന്നതാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സീതയെ കുറിച്ച് പറയാം. കാരണം ഒരു സീത എന്ന കഥാപാത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സത്യത്തിൽ വാൽമീകി രാമായണം എഴുതിയത് രാമനെ അവതരിപ്പിക്കാൻ വേണ്ടി. അതെന്തിനാന്ന് വെച്ചാൽ ഏത് കാലത്തും ഒരു പൂർണ്ണനായ മനുഷ്യനെ കണ്ടെത്താൻ പ്രയാസമാണ്. ഇപ്പം വളരെ പ്രയാസം. മനുഷ്യരെ പോലെയുള്ള ഒരുപാട് പേരെ കണ്ടെത്താം, പക്ഷെ ഒരു മനുഷ്യനെ കണ്ടെത്താൻ പ്രയാസമാണ്. ആ പ്രയാസം നേരിട്ട കാലത്ത് അന്ന് ആളുകൾ പറഞ്ഞു നടന്ന കഥകളിൽ ഒരു മനുഷ്യന്റെ കഥ പറയണം എന്ന് വാൽമീകി തീരുമാനിച്ചപ്പോൾ ഐതിഹ്യം പറയുന്നത് നാരദൻ പറഞ്ഞെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾ രാമന്റെ കഥ പറയും. അതുകൊണ്ട് രാമന്റെ കഥ വാൽമീകി രാമനെ ഒരു മനുഷ്യനാക്കി പറഞ്ഞു. അത് അധ്യാത്മരാമായണത്തിൽ, എഴുത്തച്ഛന്റെ രാമായണത്തിൽ നിന്ന് വളരെ വ്യത്യാസമാണ്. ആ കഥ എല്ലാവർക്കും അവരവരുടെ രീതിയിൽ പറയാനുള്ള അവകാശവും കൊടുത്തു. അങ്ങനെ മറ്റൊരു പുസ്തകമില്ല ലോകത്തിൽ.
അപ്പോൾ ഒരുപാട് പേര് പലതരത്തിൽ രാമായണ കഥ പറഞ്ഞു. ഇന്ത്യയിലുള്ളവരും ഇന്ത്യക്ക് പുറത്തുള്ളവരുമൊക്കെ അവരെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഒരു വഴികാട്ടിയായി തോന്നിയ ഒരു കഥ അവതരിപ്പിച്ചു. അതിൽ പലയിടത്തും രാമൻ പല തരത്തിലാണ്. പക്ഷെ അതിൻ്റെ ഒരു മനുഷ്യ പൂർണ്ണത എന്ന് പറയുന്നത് വാൽമീകിയുടെ രാമനാണ്. രാമനെ സൃഷ്ടിക്കാൻ വാൽമീകി പറയുന്ന കാര്യം രാവണനാണ്. കാരണം രാവണൻ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന പോലെ ഈ കരുത്തുള്ള ആണുങ്ങൾക്കും സുഖം തേടുന്ന ആണുങ്ങൾക്കും ഒന്നിലധികം ഭാര്യമാരുണ്ടായി. അത് ആ സമൂഹത്തിൽ ഒരു തെറ്റല്ലായിരുന്നു. പിന്നെ ഒരുപാട് കാലത്ത് അത് തെറ്റായിരുന്നില്ല. പക്ഷെ അതൊരു തെറ്റായി കണ്ട മനുഷ്യനാണ് രാമൻ. അത് രാമന്റെ പ്രത്യേകതയാണ്. അങ്ങനെ ഒരു തെറ്റ് ചെയ്യാത്ത മനുഷ്യനെ അവതരിപ്പിക്കുമ്പോൾ അതിനൊരു കാരണം വേണം. ആ കാരണം ഉണ്ടാക്കി കൊടുത്തത് രാവണനാണ്. രാവണന്റെ സാഹചര്യമാണ് രാവണനെ അങ്ങനെ ഒരു കാരണം ഉണ്ടാക്കാൻ കഴിയും. കാരണം രാവണന്റെ അച്ഛന്റെ യഥാർത്ഥ ഭാര്യ അല്ലാത്ത ലൈംഗിക ദാഹം തീർക്കാൻ കാട്ടിൽ കണ്ടെത്തിയ ഭാര്യയിൽ പിറന്ന സന്താനം. അങ്ങനെയാണ് രാവണനും കുംഭകർണനും വിഭീഷണനും ശൂർപ്പണഖയും തറക്കുന്നത്. സ്വാഭാവികമായി രാമൻ അച്ഛനും അമ്മയും കൂടി വളർത്തിയ കുട്ടിയാണ്. രാവണൻ അമ്മ വളർത്തിയ കുട്ടിയാണ്. അച്ഛനില്ലാതെ ഒരു കുട്ടി വളരുമ്പം സംഭവിക്കാവുന്ന എല്ലാ പിഴവുകളും രാവണനിൽ സംഭവിച്ചു. അത് രാവണന്റെ കുറ്റമല്ല. എല്ലാ കുറ്റങ്ങളുടെയും ഉത്തരവാദി വാൽമീകി കാണിക്കുന്നത് സാഹചര്യങ്ങൾ. രാവണനും ഒരു സാഹചര്യത്തിന്റെ സ്വഭാവം കൈവരിച്ചയാളാണ്. അപ്പൊ രാവണനും രാവണന്റെ സഹോദരങ്ങളും അമ്മയും കാട്ടിൽ ഇങ്ങനെ ദാരിദ്ര്യത്തിലും പങ്കപ്പാടിലും വളർന്നു വരുമ്പോൾ രാവണന്റെ അച്ഛന്റെ യഥാർത്ഥ ഭാര്യയുടെ പുത്രൻ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനാണ്. അയാളുടെ കൈവശമായിരുന്നു ലങ്ക. അയാൾ കുബേരനാണ്. ഇപ്പോഴും 4 കാശുള്ളവരെയൊക്കെ നമ്മൾ പറയുന്നത് അവർ കുബേരനാണ്. അപ്പൊ രാവണൻ കുബേരന്റെ അർത്ഥ സഹോദരനാണ്. പക്ഷെ കടും പട്ടിണിയാണ്. അപ്പൊ അമ്മ രാവണനോട് പറഞ്ഞു, മകനെ രാവണ, നീ അധ്വാനിച്ച് എന്തെങ്കിലും ഒക്കെ സമ്പാദിക്കണം. നിന്റെയും സഹോദരങ്ങളുടെയും എന്റെയും ദാരിദ്ര്യം മാറ്റാൻ നീ കുബേരനെ പോലെ വലുതാവണം. അത് അമ്മയുടെ ഒരു മോഹമാണ്. ഇപ്പൊ ഒരുപാട് കുട്ടികളെ അച്ഛനും അമ്മയും നീ ഡോക്ടർ ആവണം എന്ന് പറയുന്നത് ആളുകളെ ചികിത്സിക്കാനുള്ള മോഹം കൊണ്ടല്ല, അതിൻ്റെ ഒരു അന്തസ്സും അതുവഴി കിട്ടുന്ന സമ്പത്തും കുടുംബത്തിന് വേണം, നിനക്കും വേണം എന്ന മോഹം കൊണ്ടാണ്. ആ തെറ്റ് ഒരുപാട് രാവണന്മാരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പണ്ടത്തെ പോലെ രാവണനാവാൻ ഇപ്പൊ നിയമങ്ങൾ അനുവദിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് രാവണന്റെ ഉള്ളിൽ അമ്മ ഒരു മോഹം നിക്ഷേപിച്ചു. ആ കാലത്ത് സമരത്തിന്റെ മറ്റൊരു പേര് തപസ്സെന്നാണ്. തപസ്സെന്ന് സംസ്കൃതത്തിൽ പറയുന്ന വാക്കിന്റെ അർത്ഥം സമരമെന്നാണ്. ഉള്ളവനോട് വേലും സമരം ചെയ്യാൻ. അന്ന് എല്ലാ അധികാരാവകാശങ്ങളും ഉള്ളത് ദേവന്മാർക്കായിരുന്നു. സർവസമ്പത്തിന്റെയും അധികാരി അവരായിരുന്നു. അതുകൊണ്ട് അവർക്ക് മാത്രമാണ് വരം കൊടുക്കാൻ. വരം കൊടുക്കുക എന്ന് വെച്ചാൽ എന്തെങ്കിലും കൊടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ഈ മുതലാളിമാരോട് മനുഷ്യൻ സമരം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വല്ലതും കിട്ടാനാണ്. കാരണം അവരുടെ കയ്യിൽ അത് ഉള്ളത് കൊണ്ടാണ് സമരം ചെയ്യുന്നത്.
അല്ലാതെ അത്താഴപ്പട്ടിയെടുക്കാരനോട് ആരും സമരം ചെയ്യല. അപ്പം അന്നത്തെ സമരം തപസ്സാണ്. തപസ് ചെയ്യുന്ന മിക്കവാറും ബ്രഹ്മാവിനോടോ ശിവനോടോ വിഷ്ണുവിനോടോ അല്ലെങ്കിൽ ദേവേന്ദ്രനോടോ ഇങ്ങനെ ഏതെങ്കിലും ദേവന്മാരോടായിരിക്കും. അപ്പൊ അമ്മ പറയുന്നത്, മകനെ നീ തപസ് ചെയ്യണം. തപസ് ചെയ്ത് വരം വാങ്ങി വലിയ സമ്പത്തിനുടമയാവും. അങ്ങനെ 3 ആണുങ്ങളും തപസ് ചെയ്യാൻ പോയെന്നാണ്. അതിലേറ്റവും കടുത്ത തപസ് ചെയ്തത് രാവണനാണ്. രാവണൻ ചുറ്റിലും അഗ്നി ഉണ്ടാക്കി അതിന്റെ നടുക്ക് നിന്ന് ഒറ്റക്കാലിൽ 10,000 വർഷം തപസ് ചെയ്തതാണ്. ഓരോ 1000 വർഷം എത്തുമ്പോഴും രാവണന് 10 തലയുണ്ടെന്നാണ് സങ്കല്പം. 10 തലയെന്ന് വെച്ചാൽ 10 കരുത്തെന്നോ 10 അഹങ്കാരമെന്നോ 10 കലയെന്നോ 10 വ്യക്തിത്വമെന്നോ എന്ത് വേണമെങ്കിലും കണക്കാക്കാം. പക്ഷെ 10 തലയുണ്ടെന്നാണ് സങ്കല്പം. അയാൾ ഓരോ 1000 വർഷം എത്തുമ്പോഴും ഓരോ തലയറുത്ത് തൻ്റെ സമരത്തിലൊരു ഫലം കാണാൻ വേണ്ടി അയാൾ ആഗ്രഹിക്കുന്ന കാര്യം നേടാൻ അയാൾ അനുഗ്രഹം തേടുന്നതിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കും. അങ്ങനെ 9,000 വർഷം എടുത്ത് 9 തലയും അറുത്ത് കളഞ്ഞതാണ്. അവസാനം 10,000 വർഷം എത്തിയപ്പോൾ 10ാമത്തെ തല അറുത്തെറിയാൻ വേണ്ടി അയാൾ വാൾ ഉയർത്തുമ്പോഴാണ് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടത്. ബ്രഹ്മാവ് അയാളോട് ചോദിക്കുന്നത്, എന്ത് വേണം നിനക്കെന്ന്. രാവണന് വേണമെങ്കിൽ ലങ്കയെ പോലെ വലിയൊരു രാജ്യം വേണമെന്ന് പറയാം, എന്നെ ലോകത്തിന്റെ ഒരു ചക്രവർത്തി ആക്കണമെന്ന് പറയാം. രാവണൻ അതൊന്നും ചോദിച്ചില്ല. രാവണൻ ചോദിച്ചത് പിന്നെ വാൽമീകിക്ക് രാമനെ സൃഷ്ടിക്കാൻ ആവശ്യമായ ഒരു വരമാണ്. രാവണൻ പറഞ്ഞു, അന്നും ഇന്നുമുള്ള മനുഷ്യന്റെ സങ്കല്പം നമ്മളെ സൃഷ്ടിക്കാനും നിലനിർത്താനും കൊല്ലാനും അവകാശം ദേവന്മാർക്കുണ്ടെന്നാണ്. അതിലൊരു ദേവൻ തന്നെ വിശ്വാസം അനുസരിച്ചുണ്ട്. അദ്ദേഹമാണ് യമരാജൻ എന്ന് പറയുന്നത്, കാലൻ എന്ന് വിളിക്കുന്നത്. രാവണൻ അതിനെയാണ് നിരാകരിച്ചത്. രാവണൻ ബ്രഹ്മാവിനോട് പറഞ്ഞത്, എന്നെ ദേവന്മാർക്ക് കൊല്ലാനുള്ള അവകാശമില്ല, ഗന്ധർവന്മാർക്കുമില്ല, യക്ഷകിന്നരന്മാർക്കുമില്ല, പാമ്പുകൾക്കും പറവകൾക്കുമില്ല, ചെറുതും വലുതുമായ ജീവികൾക്കൊന്നുമില്ല. അപ്പം ബ്രഹ്മാവ് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, അനുവദിച്ചു തരാം. പക്ഷെ നീ ജനിച്ചു പോയില്ലേ, ജനിച്ചു പോയാൽ മരിക്കട്ടെ. അപ്പൊ നീ എങ്ങനെ മരിക്കും? അപ്പോഴാണ് രാവണൻ പറയുന്നത്, അതെനിക്കറിയാം, ഞാൻ ജനിച്ചു പോയി, അപ്പം എനിക്ക് മരിക്കേണ്ടി വരും. പക്ഷെ എന്നെ കൊല്ലണമെങ്കിൽ കൊല്ലാനുള്ള അവകാശം മനുഷ്യനുണ്ട്. മനുഷ്യനൊഴിച്ചാർക്കും എന്നെ കൊല്ലാൻ അവകാശം. അതായത് അതുവരെ ഭൂമിയിൽ മനുഷ്യനില്ലാതിരുന്ന ഒരു അവകാശം മനുഷ്യന് കൊടുക്കുകയാണ് രാവണൻ. അതാണ് രാവണന്റെ പ്രത്യേകത. ദൈവത്തിനും ദേവന്മാർക്കും ഉണ്ടെന്ന് കരുതുന്ന ഒരു അവകാശം നിരാകരിക്കുക. ആ അവകാശം അവർക്കില്ല, ആ അവകാശം മനുഷ്യനുണ്ട്. ആ അവകാശം മനുഷ്യനുണ്ട്, മനുഷ്യൻ എന്നെ വധിക്കാം എന്ന് രാവണൻ സമ്മതിച്ച് പറയുമ്പോൾ വാൽമീകി അല്ലെങ്കിൽ ബ്രഹ്മാവ് സ്വാഭാവികമായി അവരും കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ രാവണൻ സ്വാഭാവികമായി അങ്ങനെ ഒരു വരം കിട്ടിയാൽ ഭയമില്ലാതെ ഒരുപാട് തെറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഈ അധികാരത്തിലൊക്കെ വരുന്നവർ ഒരുപാട് തെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം ഭയമില്ലാതായ മനുഷ്യൻ തെറ്റിച്ച്. അപ്പം സ്വാഭാവികമായി രാവണൻ അധികാരത്തിലെത്തിയാൽ ഒരുപാട് തെറ്റിച്ചു. ആ ഒരുപാട് തെറ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ട് രാവണനെ വധിക്കാനുള്ള അവകാശം മനുഷ്യനെ കഴിയൂ എന്ന് വന്നതുകൊണ്ട് വാൽമീകിക്ക് ഒരു മനുഷ്യനെ സൃഷ്ടിക്കേണ്ടി വന്നു.
ആ മനുഷ്യനാണ് രാമൻ. അപ്പൊ രാമൻ ആദ്യം അധികാരത്തിന്റെ ഭാഗമാണ്. അതായത് അയോധ്യയിലെ രാജകൊട്ടാരത്തിൽ ജനിച്ചവനാണ് രാമൻ. അധികാരത്തിൽ ഒരാളെ മനുഷ്യനാക്കാൻ പറ്റുകയില്ല, ആര് വിചാരിച്ചാലും പറ്റുകയില്ല. കാരണം അധികാരം ഒരു അസമത്വത്തിന്റെ പ്രസവ മുറിയാണ്. അവിടെ മനുഷ്യനാവാൻ പറ്റുകയില്ല. അവിടെ അസുരനോ രാക്ഷസനോ മറ്റു പലതും ആകാം, മനുഷ്യനാവാൻ പറ്റുകയില്ല. രാമനെ മനുഷ്യനാക്കാൻ വേണ്ടിയാണ് വാൽമീകി കാട്ടിൽ കൊണ്ടുപോകുന്നത്. കാട്ടിൽ ഒരാൾക്ക് മനുഷ്യനാകാൻ പറ്റും, മോഹങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റും. കാരണം അവിടെ ബാങ്കില്ല, പിന്നെ നൃത്തശാലയില്ല, പിന്നെ ബാറില്ല, പിന്നെ അതുമായി ബന്ധപ്പെട്ടതൊന്നുമില്ല. അതുകൊണ്ട് രാമനെ മനുഷ്യനാക്കാൻ വാൽമീകി കാട്ടിൽ കൊണ്ടുപോകുക. കാട്ടിൽ 13 വർഷം ജീവിച്ച് മനുഷ്യനായ രാമനാണ് രാക്ഷസനായ രാവണനെ വധിക്കുന്നത്. മഹാത്മാഗാന്ധി പറഞ്ഞത് രാവണനെ കൊല്ലുകയല്ല രാമന്റെ ഉദ്ദേശം, രാവണനിലെ രാവണത്വം ഇല്ലാതാക്കുക. അതില്ലാതാക്കണമെങ്കിൽ ഒരു മനുഷ്യനെ പറ്റും. അപ്പൊ ഈ മനുഷ്യനെ സൃഷ്ടിക്കേണ്ടി വന്നപ്പം ഈ വാൽമീകിയുടെ ഉള്ളിൽ ഒരു പ്രതിസന്ധി ഉണ്ടായി. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ആണ് മാത്രമല്ല, സ്ത്രീ കൂടിയാണ്. മാത്രമല്ല, ആണിനേക്കാൾ വേഗത്തിൽ ഒരു മനുഷ്യനാകാൻ കഴിയുന്നത് പെണ്ണിനാണ്. അങ്ങനെ രാമനെ സൃഷ്ടിക്കാൻ വേണ്ടി പരിശ്രമിച്ച വാൽമീകിക്ക് രാമനേക്കാൾ മികച്ച ഒരു സ്ത്രീയെ സൃഷ്ടിക്കേണ്ടി വന്നു. അതാണ് സീത. അപ്പൊ ആ സീതയെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. സീത ആരാണ്? സീതയ്ക്കുടെ പ്രത്യേകത, സീതയെ പോലെ മറ്റൊരു കഥാപാത്രം ലോകത്തെ സാഹിത്യത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞല്ല, വിവേകാനന്ദൻ പറഞ്ഞത്. അത് ശരിയാണ്. സീതയെ പോലെ ചിലരെ സൃഷ്ടിക്കാൻ പരിശ്രമം നടന്നിട്ടുണ്ട്, പക്ഷെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ എന്താണ് സീത? ആരാണ് സീത? സീതയുടെ വലിയ പ്രത്യേകത, രാമൻ എങ്ങനെ ജനിച്ചു എന്നതെല്ലാം കൃത്യമായി പറയുന്നുണ്ട്. അതിന്റെ പുത്രകാമേഷ്ടി യാഗവും അതിൽ പങ്കെടുത്തതും പായസം വന്നതും പങ്കിട്ട് കുടിച്ചതും അങ്ങനെ ജനിച്ചതുമായ ഇടക്കഥകളൊക്കെ പറയുന്നു. സീതയുടെ കാര്യത്തിൽ വാൽമീകി പോലും കൃത്യമായി സീതയ്ക്ക് ഒരു അച്ഛനും അമ്മയും നിർദ്ദേശിക്കുന്നില്ല. സീത അക്ഷരാർത്ഥത്തിൽ വാൽമീകിയുടെ മാനസത്രയാണ്. അതായത് വേറൊരച്ഛനും അമ്മയെയും കൊടുത്ത് ഒരു ബന്ധുത്വത്തിന്റെ ബന്ധനത്തിൽ തളച്ചിടാൻ വാൽമീകി ഉദ്ദേശിച്ചില്ല. അതിന്റെ അർത്ഥം ജന്മം കൊണ്ട് തന്നെ സീത സ്വതന്ത്രയാണ്. സീത സ്വാതന്ത്ര്യത്തിന്റെ പൂർണ്ണതയാണ്. സ്വാതന്ത്ര്യം ഒരു കഥാപാത്രമായി വികസിച്ചാൽ എന്തായിരിക്കും എന്നാരെങ്കിലും ചോദിച്ചാൽ അതിന്റെ ഉത്തരം സീതയാണ്. ലോകത്ത് അങ്ങനെ ഒരു കഥാപാത്രം വേറെയില്ല. അതുകൊണ്ടാണ് വിവേകാനന്ദൻ പറഞ്ഞത്, സീതയെ വേണമെങ്കിൽ കണ്ടുപോകാം, പക്ഷേ കൊണ്ടുപോകാൻ പറ്റുകയില്ല. കാരണം സീത സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യത്തെ നിങ്ങൾക്ക് കണ്ടുപോകാനേ പറ്റൂ, കൊണ്ടുപോകാൻ പറ്റുകയില്ല. ആര് വിചാരിച്ചാലും കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു കഥാപാത്രമാണ് സീത. അത് വാൽമീകിയുടെ മാനസപുത്രിയാണ്. ആ സീത ആരോ ഉപേക്ഷിച്ച പെൺകുട്ടിയാണ്. ഉപേക്ഷിച്ചത് മണ്ണിലാണ്. നമ്മൾ ഉപേക്ഷിക്കുന്ന എന്തും സ്വീകരിക്കുന്ന ഒന്നേ ഭൂമിയിലുള്ളൂ, അത് മണ്ണാണ്. ജീവനൊഴിച്ച് ബാക്കി എല്ലാം സ്വീകരിക്കുന്നത് മണ്ണാണ്.
നിങ്ങളുടെ ശരീരമോ മുടിയോ നിങ്ങൾ എരിച്ചു കളയുന്നതോ, നിങ്ങൾ മാലിന്യമെന്ന് പറഞ്ഞ് നിക്ഷേപിക്കുന്നതോ, എന്തും സ്വീകരിക്കുന്ന ഒന്നേ ഭൂമിയിലുള്ളൂ, അത് മണ്ണാണ്. ആ മണ്ണിൽ ആരോ ഉപേക്ഷിക്കപ്പെട്ടവളാണ് സീത. മണ്ണ് സ്വീകരിച്ചു. ബാക്കി എല്ലാവരും സീതയെ സംരക്ഷിക്കാൻ ശ്രമിച്ചവരോ ഉപേക്ഷിക്കാൻ ശ്രമിച്ചവരോ. സംരക്ഷിച്ചവരെക്കാൾ കൂടുതൽ സീതയെ ഉപേക്ഷിച്ചവരാണ്. രാമായണത്തെ മുഴുവൻ നോക്കിയാൽ അതാണ്. കാരണം സ്വാതന്ത്ര്യം എല്ലാവരും ഉപേക്ഷിക്കും. അത് ലോകത്തിന്റെ, നിങ്ങളുടെ വീട്ടിൽ സ്വാതന്ത്ര്യമുള്ള ഒരു മകനുണ്ടെങ്കിൽ അവനെ നിങ്ങൾ ഉപേക്ഷിക്കും. സ്വാതന്ത്ര്യമുള്ള ഒരു മകളുണ്ടെങ്കിൽ നിങ്ങൾ ഉപേക്ഷിക്കും. ഒരുപാട് ബുദ്ധിയുള്ള ഒരു കുട്ടിയുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ജോലിക്ക് അവൻ പോയില്ലെങ്കിൽ അവനെ നിങ്ങൾ ഉപേക്ഷിക്കും. അതായത് സ്വാതന്ത്ര്യം എല്ലാവരും ഉപേക്ഷിക്കുന്നതാണ്. പക്ഷെ എല്ലാവരും പറയുന്ന സ്വാതന്ത്ര്യം വേണമെന്നാണ്. പക്ഷെ നമ്മുടെ മുമ്പിൽ ആരും സ്വാതന്ത്ര്യം എടുക്കുന്നത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വിലങ്ങ് തെടിയാവുന്ന മോഹങ്ങളുടെ ഏതെങ്കിലും ചങ്ങല കൊണ്ട് ബന്ധിപ്പിക്കുന്ന ഒരു ബന്ധുത്വത്തിന്റെ ചങ്ങലയിൽ സീതയെ വാൽമീകി കൊടുത്തില്ല. അച്ഛനും അമ്മയും ഇല്ലാത്ത, ഭൂമിയിൽ ആരോ നിക്ഷേപിച്ച, ജനകൻ ആരോ എടുത്ത് കൊടുത്തപ്പോൾ വളർത്തിയ മകളാണ് സീത. സീത അതിന് കടം വീട്ടിയത്, ജനകനോട് കടം വീട്ടിയത്, ജനകന്റെയും സഹോദരന്റെയും മക്കളെ ശരിയായി വളർത്തിയത് സീതയാണ്. സീതയായിരുന്നു മൂത്ത കുട്ടി. ഈ വളർത്തുക, ജനകൻ സീതയെ വളർത്തി, അതിന് സീതയ്ക്ക് ജനകനോട് കടം. ആ കടം തീർത്തത് ലോകത്തിലെ ഏറ്റവും നല്ല പെൺകുട്ടിയായിട്ടാണ് സീത ഊർമിളയെ വളർത്തുന്നത്. ഊർമിളയെപ്പോൾ ഒരു പെണ്ണ് വേറെ ലോകത്തില്ല. അതുകൊണ്ടാണ് ശ്രീരാമനും കാട്ടിൽ പോയി വന്നപ്പോൾ വീട്ടിൽ 14 വർഷക്കാലം ലക്ഷ്മണനില്ലാതെ, വികാരത്തിന്റെ ഒരു മൊട്ട് പൂവായി വിടരാൻ പറ്റാതെ അതിനെ അടക്കി അമർത്തി സൂക്ഷിച്ച, ഒരു തെറ്റും ചെയ്യാത്ത അമ്മമാരെ പരിചരിച്ച ഊർമിളയെ രാമനും വണങ്ങുന്നുണ്ട്. ആ ഊർമിളയെ പാകപ്പെടുത്തി രൂപപ്പെടുത്തിയത് സീതയാണ്. അപ്പൊ സീതയ്ക്ക് ജനകനോട് പോലും കടമില്ല. ആ കുട്ടിക്കാലത്ത് ഒരു സംഭവമുണ്ട്. ഈ സീതയുടെ, ഊർമിളയുടെയും മണ്ഡവിയുടെയും ശ്രുതകീർത്തിയുടെയും ഒക്കെ വിവാഹം നടക്കുന്ന സമയത്ത് ജനകൻ ഒരു ദിവസം തന്റെ കൊട്ടാരത്തിന്റെ 2ാം നിലയിൽ ഇരിക്കുമ്പോൾ താഴത്തെ നിലയിലിരുന്ന് പൂക്കൾ വൈകിട്ടുള്ള പൂജയ്ക്ക് വേണ്ടി കുരുക്കുകയാണ് ഈ 4 പെൺകുട്ടികളും സീതയുടെ നേതൃത്വത്തിലാണ്. അങ്ങനെ കൊരുത്തുകൊണ്ടിരിക്കുമ്പോൾ പൂ തികയുന്നില്ല. കുട്ടികൾക്കെല്ലാം കൂടെ ഒരു വലിയ മാല കെട്ടണമെന്നുണ്ട്. പക്ഷെ അതിനുള്ള പൂ കിട്ടുന്നില്ല. അപ്പൊ കുട്ടികളങ്ങ് മോഹം നടപ്പാക്കാൻ പറ്റാത്തത് കൊണ്ട് നിരാശരായപ്പോ അവരെല്ലാം കൂടെ സീതയോട് പറഞ്ഞു, ചേച്ചി, പൂക്കൾ കിട്ടിയിരുന്നെങ്കിൽ നമുക്കൊരു വലിയ മാല കെട്ടാമായിരുന്നു. പക്ഷെ കിട്ടുന്നില്ല. എന്നാൽ മുറ്റത്തെ ഒരു മരത്തിൽ വളർന്നു നിൽക്കുന്ന ചെടിയിൽ ഒരുപാട് പൂക്കൾ ഇങ്ങനെ മുകളിൽ നിൽക്കുകയാണ്. അവർക്ക് കയ്യെത്തുകയില്ല. അപ്പൊ കുട്ടികളൊക്കെ കൂടെ പറഞ്ഞു, ആ പൂക്കളൊക്കെ കൂടെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു മാല കെട്ടാമായിരുന്നു. അപ്പൊ ജനകൻ ഇത് ശ്രദ്ധിച്ചു. കുട്ടികൾ ഒരു പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണ്. അതിനെന്താണ് അവർ കാണുന്ന വഴി, പരിഹാരം എന്ന് ജനകൻ ശ്രദ്ധിക്കുമ്പോൾ സീത അകത്ത് പോയി ജനകന് കിട്ടിയ ശൈവ ചാപം എടുത്തുകൊണ്ട് വരികയാണ്. അപ്പൊ ഒരാൾക്ക് എടുക്കാൻ പറ്റിയതല്ല.
അപ്പൊ ആ ചാപം സീത ഒരു കയ്യിൽ തൂക്കിക്കൊണ്ടുവന്ന് കുട്ടികളോട് അമ്പെടുത്തോണ്ട് വരാൻ പറഞ്ഞു. അമ്പെടുത്തോണ്ട് വന്നപ്പോൾ സീത മരത്തിന് കേടില്ലാതെ, ചില്ലയ്ക്ക് കേടില്ലാതെ പൂക്കൾ ഓരോന്ന് ഈ അമ്പയച്ച് ഇറുത്തെറുത്തിടുകയാണ്. ഇത് കണ്ട് അപ്പൊ കുറച്ച് പൂക്കളായപ്പം കുട്ടികളൊക്കെ പറഞ്ഞു, മതി ചേച്ചി, മതി ചേച്ചി, ഇതൊന്നും മതിയെന്ന് പറഞ്ഞു. സീത ആ ശൈവജാലം കൊണ്ട് അകത്ത് വെച്ചു. അപ്പൊ ജനകന് തോന്നി ഇതൊരു സൂചനയാണ്. സീതയെപ്പോലെ ഒരു പെൺകുട്ടി ഇങ്ങനെ ആണുങ്ങൾക്ക് പോലും എടുത്തു പൊക്കാൻ പറ്റാത്ത ഒരു വില്ലെടുത്ത് മരത്തിനും പ്രകൃതിക്കും ഇലയ്ക്കും ഒന്നും കേടില്ലാതെ വീടേണ്ടുന്ന പൂക്കൾ മാത്രം ഇറുത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവളൊരു അസാമാന്യ സൗന്ദര്യമുള്ളവളാണ്, അസാധാരണമായ കഴിവുള്ളവളാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബുദ്ധിമാനായ വെറും രാജാവ് മാത്രമല്ല, പണ്ഡിതനായ ജനകൻ ആലോചിച്ചു, എന്താണ് ഇതിന്റെ സൂചന? അദ്ദേഹം മന്ത്രിമാരുമായിട്ടൊക്കെ ആലോചിച്ചപ്പോൾ അവർ പറഞ്ഞു, ശൈവജാപം സീത എടുത്തിട്ടുണ്ടെങ്കിൽ ആ ശൈവജാപം കുലച്ചൊടിക്കുന്നവനെ സീതയെ സംരക്ഷിക്കാനുള്ള കരുത്തുണ്ടാവും. അല്ലെങ്കിൽ സീതയെ പോലെ ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ കരുത്തുള്ള, പ്രത്യേകിച്ച് സൗന്ദര്യത്തോട് ഇഷ്ടമുള്ള ഒരുപാട് പേര് മോഹിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് സീതയ്ക്ക് കാവലാകുന്ന ഒരാളെ സീതയെ ഏൽപ്പിക്കണം. അങ്ങനെയാണ് ഈ ശൈവജാപം കുലച്ചൊടിക്കുന്നവർക്ക് സീതയെ കൊടുക്കും എന്ന് പ്രഖ്യാപിക്കുന്നത്. പ്രഖ്യാപനമൊക്കെ നടന്ന് ഒരുപാട് പേര് വന്ന് സീതയെ കെട്ടാനുള്ള മോഹം ഒരുപാട് പേർക്കുണ്ട്. പക്ഷെ വില്ലൊടിക്കാനുള്ള കരുത്ത് ആർക്കും ഉണ്ടായില്ല. അപ്പം ജനകനും ആശങ്കയായി. ഇത് ഒടിക്കുന്നവർക്ക് മാത്രമേ, കുലച്ചൊടിക്കുന്നവർക്കേ സീതയെ കൊടുക്കൂ എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ആരും ഒടിക്കാതിരുന്നാൽ ഈ ലോകത്തിലെ ഏറ്റവും പ്രതിഭയുള്ള സുന്ദരിയായ മകൾ വീട്ടിൽ നിന്നു പോകുമല്ലോ എന്ന് ജനകനും പേടിയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിശ്വാമിത്രൻ രാമനും ലക്ഷ്മണനുമായി കൊട്ടാരത്തിലെത്തുന്നു. അപ്പം സ്വാഭാവികമായി കൊട്ടാരത്തിലെ കഥകളൊക്കെ വിശ്വാമിത്രൻ പറഞ്ഞു. അപ്പൊ രാമൻ താഴെ നിൽക്കുകയാണ്. താഴെ നിൽക്കുന്നത് ഒരു തെളിഞ്ഞ വെള്ളം നിറയെ കിടക്കുന്ന കുളത്തിന്റെ കരയ്ക്കാണ്. അപ്പൊ ഈ താഴെ നിൽക്കുന്ന രാമന്റെ പതിച്ഛായ ഈ വെള്ളത്തിൽ പതിച്ചു. അത് രണ്ടാം നിലയിൽ നിന്ന് സീത കണ്ടു. വളരെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരന്റെ പ്രതിച്ഛായ മുഖവും കഴുത്തും എല്ലാം വെള്ളത്തിൽ ഇങ്ങനെ പ്രതിഫലിക്കുന്നത് കണ്ട സീതയ്ക്ക് കാണണമെന്നത് തോന്നി. അത് വാൽമീകി പറഞ്ഞിരിക്കുന്നത് രാമൻ നിൽക്കുന്നത് താഴെയാണ്, സീത നിൽക്കുന്നത് മുകളിലാണ്. വെള്ളത്തിലല്ല, രാമന്റെ ചിത്രം മുകളിലിരിക്കുന്ന കണ്ണാടിയിൽ പ്രതിഫലിച്ചു. അപ്പൊ അത് കണ്ടു. അത് കണ്ടപ്പോ സീതയ്ക്ക് ആഗ്രഹം, ഇത്ര സുന്ദരനായ കുമാരൻ ആര് എന്ന് വെച്ച് സീത ഓടി വന്ന് താഴോട്ട് നോക്കി. താഴോട്ട് നോക്കിയപ്പോൾ സീതയുടെ മുഖം രാമൻ നിൽക്കുന്ന അടുത്ത കുളത്തിൽ പ്രതിഫലിച്ചു. അപ്പൊ രാമൻ ആലോചിച്ചു, ഇത്ര സുന്ദരിയായി പെൺകുട്ടിയെന്ന്. അപ്പൊ രണ്ടുപേർക്കും പരസ്പരം കാണാനുള്ള കൊതി കൊണ്ട് മുകളിൽ നിന്ന് സീതയും താഴെ നിന്ന് രാമനും പരസ്പരം കണ്ടു. സ്വാഭാവികമായി ആ പ്രായത്തിൽ അതൊരു ഇഷ്ടമാവും. അപ്പം വിശ്വാമിത്രൻ ഒരു മഹർഷി ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം വിശ്വാമിത്രന് മനസ്സിലാവും. നമ്മൾ ഇപ്പോഴത്തെ പ്രശ്നം നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒന്നും, നമ്മുടെ വെച്ചാൽ നിങ്ങൾക്കൊന്നും നിങ്ങളുടെ മക്കളെ മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത് വലിയ ഒരു പ്രശ്നമാണ്. അവർക്ക് അവരെ മൊബൈലിലൂടെ ലോകത്ത് പലതും മനസ്സിലാകുന്നുണ്ട് എന്നതും പ്രശ്നമാണ്. അന്ന് ഈ പ്രശ്നമില്ല. അതുകൊണ്ട് രാമനെയും സീതയെയും വിശ്വാമിത്രന് മനസ്സിലായി. വിശ്വാമിത്രന് മനസ്സിലായത്
ജനകനോട് പറഞ്ഞ് ജനകനും മനസ്സിലായി. അപ്പൊ സ്വാഭാവികമായി വിശ്വാമിത്രൻ ജനകനോട് പറഞ്ഞു, ഈ വില്ലൊടിക്കാനുള്ള ഒരു ശ്രമം രാമൻ നടത്തിക്കോട്ടെ എന്ന് ചോദിച്ചു. വിശ്വാമിത്രന് സന്തോഷമായി. ഇത് നടത്തിയാൽ നടക്കണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ അതിന് അനുവാദം കൊടുത്തു. അപ്പൊ സ്വാഭാവികമായി ഇത് സീത അറിഞ്ഞു. അപ്പൊ സീതയും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു, ഇയാൾക്കിത് ഒടിച്ച് എന്നെ വരിക്കാൻ കഴിയണേ. രാമനും ആഗ്രഹിച്ചു, ഇതൊടിച്ച് സീതയെ വധുവാക്കാൻ കഴിയണേ. സ്വാഭാവികമായി അരങ്ങൊരുങ്ങി. അപ്പം എല്ലാവരും നിരന്നു. സ്വാഭാവികമായി അതിൻ്റെ മുമ്പിൽ ഒരുങ്ങിയ പെൺകുട്ടി വന്ന് മണ്ഡപത്തിലിരിക്കണം. അപ്പൊ ഇരുന്നു. അപ്പൊ ബാക്കി രാജാക്കന്മാരും ഒക്കെ ഉണ്ട്, ആളുകളുണ്ട്. ഇതൊക്കെ കാണാൻ ജനങ്ങളുടെ ഒത്തുചേരലുണ്ട്, മന്ത്രിമാരുണ്ട്, ബന്ധുക്കളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണ് സുന്ദരിയായ സീതയിലാണ്. അവരെല്ലാം രാമനെയും കണ്ടു. അപ്പൊ പൊരുത്തമുള്ള രണ്ടുപേരെ തമ്മിൽ ഇങ്ങനെ ഒരുമിച്ച് കണ്ടാൽ നല്ല മനസ്സുകളെല്ലാം ആഗ്രഹിക്കും ഇവരൊന്നു ചേരണേ. സത്യത്തിൽ അതാണ് ഏറ്റവും വലിയ പൊരുത്തം. ഒരു സമൂഹത്തിന് തോന്നണം ഇവരൊന്നു ചേർന്നാൽ കൊള്ളാമെന്ന്. അല്ലാതെ 500 പവനും ഏതെങ്കിലും ഒരു പണമുള്ളവൻ എടുക്കുന്ന ബെൻസ് കാറും കൊണ്ടല്ല ഒന്നു ചേരേണ്ടത് ഇവർ ഒന്നു ചേരാൻ യോഗ്യരാണെന്ന് സമൂഹത്തിന് തോന്നും, കണ്ടവർക്കെല്ലാം തോന്നി. അപ്പൊ സീത മനസ്സിലൊന്നേ പ്രാർത്ഥിച്ചുള്ളൂ, ഈ രാജകുമാരൻ ജയിക്കണേ. രാമന്റെ പക്ഷേ പ്രത്യേകത, രാമന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ലക്ഷ്യമാണ് പ്രധാനം, അതിന്റെ സമ്മാനം രണ്ടാമത്തതാണ്. അപ്പൊ ബാക്കി മത്സരിക്കാൻ വന്നവരെല്ലാം സീതയെ കണ്ണെടുക്കാതെ കണ്ടു. രാമൻ വില്ലിന്റെ കരുത്തും അതിന്റെ പ്രത്യേകതയും നിറയെ കണ്ടു. അതുകൊണ്ട് രാമനത് എങ്ങനെ ഒടിക്കാമെന്ന്, അതിന്റെ ബലം എവിടെയാണെന്ന്, അതെപ്പോഴാണ് ഏതു വിധം വളച്ചാലാണ് ഒടിയുന്നതെന്ന് രാമൻ കൃത്യമായി മനസ്സിലാക്കി. രാമൻ വില്ലെടുത്ത് കുലച്ച് ഒടിച്ചു. അത് ലോകം നടുങ്ങിയെന്നും പിന്നെ എല്ലാവരും ഭയപ്പെട്ട് സേരൽക്ക് ഇരുന്നവർ നിലത്ത് വീടെന്നും അതിനെക്കുറിച്ചൊക്കെ എല്ലാവരും, അത് എഴുത്തച്ഛനും പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ അതവിടെ സംഭവിച്ചു. സ്വാഭാവികമായി എല്ലാവർക്കും ആഹ്ലാദമായി. ജനകൻ സ്വാഭാവികമായി രാമന്റെ മാതാപിതാക്കളെയൊക്കെ വിവരം അറിയിച്ചു. അവരെല്ലാം വന്നു. അപ്പോഴാണ് അവരും 4 പേരുണ്ട്, ഇവരും 4 പേരുണ്ട്. അപ്പം ആ 4 പേരുള്ളത് കൊണ്ട് ഓരോരുത്തർ രാമന് സീതയെന്ന് നിശ്ചയിച്ചു. പിന്നെ ലക്ഷ്മണൻ ഊർമിളയും പിന്നെ ഭരതനും ശത്രുഘ്നും മാണ്ഡവ്യയും സുതകീർത്തിയൊക്കെ നിശ്ചയിച്ച് വിവാഹം നടത്തി. ദശരഥനൊക്കെ നേരത്തെ അങ്ങ് പോയി. കുറച്ചു ദിവസം അവിടെ താമസിച്ചിട്ടാണ് രാമനും സീതയും എല്ലാം അവിടെ എത്തുന്നത്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അതാണ് സീതയുടെ സ്വാതന്ത്ര്യമാണ് ജനകൻ അംഗീകരിച്ചത്. സീതയ്ക്ക് രാമന് ഇഷ്ടമാണ്. ജനകൻ അതുകൊണ്ട് ഒരു മാതൃകാ പിതാവാണ്. ജനകന്റെ നേരായ പുത്രി അല്ല സീത, വളർത്തുപുത്രിയാണ്. പക്ഷെ വളർത്തുപുത്രിയോട്, ആ പുത്രിയുടെ കരുത്തിനോട്, മോഹങ്ങളോട്, അതിൻ്റെ യോഗ്യതയോട്, അതിന് പറ്റിയ പൊരുത്തപ്പെട്ട ഒരാണിനെ കിട്ടാനുള്ള ആഗ്രഹത്തോട് ജനകൻ കാണിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. അത് വാൽമീകി ലോകത്തുള്ള എല്ലാ മാതാപിതാക്കളോടും പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം. പക്ഷെ അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ വിവാഹ ബന്ധങ്ങൾ വേർപിരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളിപ്പോഴത്തെ പൊരുത്തമൊന്നും ശാസ്ത്രീയമായ പൊരുത്തങ്ങളല്ല. അത് പണത്തിൻ്റെയും പദവിയുടെയും മറ്റു പലതിൻ്റെയും ഉള്ളതുകൊണ്ട് കേരളത്തിൽ ഓരോ വർഷവും 10,000-കണക്കിന് ബന്ധങ്ങളാണ് കുടുംബ കോടതിയിൽ വേർപിരിയാൻ വേണ്ടി കേസായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്.
അപ്പൊ രാമായണം തരുന്ന ഈ കാല സന്ദേശം, രാമായണത്തിന്റെ ഓരോ ചെറിയ സംഭവങ്ങളിലും നമ്മളോട് നിർദ്ദേശിക്കുന്നുണ്ട്, വെളിച്ചം പോലെ. സീത അത് കഴിഞ്ഞ് അയോധ്യയിലെ കൊട്ടാരത്തിലെത്തുമ്പോൾ സീതയ്ക്ക് അറിയാം, സീതയുടെ ഭർത്താവായ രാമന്റെ അച്ഛന് നിയമപരമായി തന്നെ 3 ഭാര്യമാരുണ്ട്. കൗസല്യയും കൈകേയിയും സുമിത്രയും, പിന്നെ അല്ലാതെ 100 കണക്കിന് ഭാര്യമാരുണ്ട്. അന്നത്തെ രാജാക്കന്മാരെല്ലാം അങ്ങനെയായിരുന്നു. അതൊരു യോഗ്യതയായിട്ടാണ് അവർ കരുതിയത്. പക്ഷെ സീതയ്ക്ക് അറിയാമായിരുന്നു അതൊരു വലിയ തെറ്റാണ്. അത് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന തർക്കത്തിന്റെ ഒരു വിത്തിടലാണ്. അതുകൊണ്ട് രാമൻ ഒരു ദിവസം വരുമ്പോൾ സീതയുടെ 1-2 ആഭരണം ഒഴിച്ച് ബാക്കിയെല്ലാം ഊരി മാറ്റുകയാണ്. അപ്പൊ രാമൻ ചോദിക്കുന്നു, എന്തിനാ നീ ഊരി മാറ്റുന്നത്? അപ്പൊ സീത പറയുന്നു, നിങ്ങളുടെ കാല് എപ്പോഴോ ഒരു കല്ലിൽ തൊട്ടപ്പോൾ ഒരു ലോകസുന്ദരി ജനിച്ചു. അഹല്യയുടെ കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ കൈ എങ്ങാണ് എൻ്റെ പൊന്നിൽ തൊട്ടാൽ എത്ര പെണ്ണുങ്ങൾ ഉണ്ടാവുമെന്ന് ആർക്കറിയാം? രാമൻ ഒരു കാര്യം മനസ്സിലായി, ഇവൾ ഒരാണിന് ഒരു പത്നിയെ മാത്രം സൂക്ഷിക്കാൻ വിധി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവളാണ്. അത് സീതയ്ക്ക് മാത്രമല്ല, രാമൻ സ്വീകരിക്കുന്നത് ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും സ്വീകരിക്കും. തൻ്റെ ഭർത്താവ് മാത്രം പോലെ തൻ്റെ സഹോദരിമാരുടെ ഭർത്താക്കന്മാരും അവരെ മാത്രമേ ഭാര്യയായി പരിഗണിക്കാൻ. സീത അതിന് വഴിയൊരുക്കുകയാണ്. സീതയുടെ ജീവിതം മുഴുവൻ സമരമാണ്. അത് സീത രാമനോട് എതിർത്തല്ലേ അതിന് വഴിയുണ്ടാക്കുന്നത്. രാമന്റെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ ആ നന്മയെ ഇളക്കാനുള്ള വഴി സീത ഒരർത്ഥത്തിൽ തൻ്റെ ആഭരണം ഊരി മാറ്റുമ്പോൾ അളന്നെടുക്കുകയാണ്. രാമൻ സമ്മതിക്കുകയാണ്. രാമൻ പറയുന്നു, നീ അല്ലാതെ മറ്റൊരു സ്ത്രീ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അപ്പൊ പിന്നെ ഭരതന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. രാമൻ മാതൃകയാണ്. അപ്പൊ ലക്ഷ്മണന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല, ശത്രുഘ്നന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതായത് തന്നെയും തൻ്റെ സഹോദരിമാരെയും സീത സുരക്ഷിതയാക്കുകയാണ്. അത് കഴിഞ്ഞാണ് കൊട്ടാരത്തിൽ സ്വാഭാവികമായി ഭരതന് രാജാവാകാനുള്ള അവസരം കിട്ടണമെന്ന് പണ്ട് ദശരഥൻ കൊടുത്ത ഒരു വരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ട് രാമന്റെ പട്ടാഭിഷേകം മുടങ്ങുന്നത്. അപ്പൊ രാമന് സ്വാഭാവികമായി കാട്ടിൽ പോകേണ്ടി വരും. കാട്ടിൽ പോകേണ്ടി വരുമ്പോൾ ലക്ഷ്മണൻ കൂടെ പോകുന്നുണ്ട്. അവിടെ സീത 2ാമത്തെ സ്വാതന്ത്ര്യം എടുക്കുകയാണ്. രാമൻ ഉൾപ്പെടെ പറഞ്ഞു നോക്കി സീത വീട്ടിൽ നിൽക്കാൻ. സീത നിന്നില്ല. സീത പറഞ്ഞത്, നിങ്ങൾ എവിടെയാണ്? അവിടെയാണ് ഞാൻ. നിങ്ങൾ അനുഭവിക്കുന്ന ശിക്ഷ ഞാനും അനുഭവിക്കേണ്ട ശിക്ഷ. കാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും. അങ്ങനെയാണ് സീത കാട്ടിലേക്ക് പോകുന്നത്. കാരണം സീതയുടെ സ്വാതന്ത്ര്യത്തെ തടയാൻ പറ്റില്ല. സീത തന്റെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തിക്കൊണ്ട് ആരെയും അനുസരിക്കില്ല. ആ കഥാപാത്രത്തിന്റെ ഒരു പ്രത്യേകത ഏതാണ്? വാൽമീകി വരച്ചിട്ടിരിക്കുന്ന അത് നോക്കിയാൽ അങ്ങനെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ വേറെ പറ്റുകയില്ല. സീതയ്ക്ക് വന്ന് നീ പോണ്ട പെണ്ണെ എന്ന് പറയാൻ ഒരു അച്ഛനില്ല, ഒരമ്മയില്ല. സീതയുടെ തീരുമാനമെടുക്കുന്നത് സീതയാണ്. അത് സീതയുടെ സ്വാതന്ത്ര്യം. അപ്പൊ രാമനോടൊപ്പം സീത പോകാൻ തീരുമാനിക്കും. സ്വാഭാവികമായി അത് ശിക്ഷയായതുകൊണ്ട് കാട്ടിൽ ശിക്ഷാകാലത്ത് ശിക്ഷ അനുഭവിക്കുന്നവർ സ്വാഭാവികമായി ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. അതുകൊണ്ട് അവർ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു. അവർ കാട്ടുകനികൾ മാത്രം ഭക്ഷിച്ചു. അവർ പർണശാലയിൽ ജീവിച്ചു.
അവർക്ക് കാടുവാസികൾ തന്നെ എല്ലാ സുഖങ്ങളും കൊടുക്കാൻ തയ്യാറായിരുന്നു. ഒന്നും അവർ സ്വീകരിച്ചില്ല. കാരണം അതൊരു ശിക്ഷയാണ്. കാട്ടിൽ രാമൻ പോകണമെന്ന് പറയുന്ന ഒരു ശിക്ഷയാണ്. ലക്ഷ്മണൻ അതിൻ്റെ കൂടെ ചേരുകയാണ്. സീത ആ ശിക്ഷ പങ്കിട്ടെടുക്കുകയാണ്. അത് സീതയുടെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം സീത എടുക്കുന്നത് സീതയുടെ മനസ്സാക്ഷിയോടും മനസ്സിനോടും ചോദിച്ചാൽ മറ്റൊരാൾക്കും അതിൽ ഇടപെടാനുള്ള അവസരം സീത കൊടുക്കുന്നില്ല. കാട്ടിൽ പോയി അങ്ങനെ ജീവിക്കുമ്പോഴാണ് സ്വാഭാവികമായി രാമനൊരിക്കൽ ഈ ആഹാരം ശേഖരിക്കാൻ പോയി വന്ന് സീതയെ കണ്ട്, സീതയുടെ കാലിൻ്റെയൊക്കെ സൗന്ദര്യം കണ്ട് രാമൻ പറയുന്നുണ്ട്, എത്ര മനോഹരമായ കാലാണ്, എങ്ങനെ കൊട്ടാരത്തിൽ വാഴേണ്ടവളാണ്, അതൊന്നും അനുഭവിക്കാതെ ഈ കാട്ടിൽ വന്ന് ഇങ്ങനെ കഴിയേണ്ട സ്ഥിതി ഉണ്ടായി പോയല്ലോ എന്നൊക്കെ രാമൻ സങ്കടപ്പെടുന്നു. എന്നാൽ ക്ഷീണം കൊണ്ട് ഒരിക്കൽ രാമൻ ഒരു മരത്തിന്റെ തണലിൽ സീത കാട്ടിൽ നിന്ന്, അല്ലെങ്കിൽ രാമൻ കാട്ടിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവന്ന വസ്തുക്കൾ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഉണക്കുമ്പോൾ അതിന് കാവലിരിക്കുന്ന സീതയുടെ മടിയിൽ രാമൻ തലവച്ച് കിടക്കുമ്പോൾ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. അപ്പോഴാണ് ആകാശത്തിലൂടെ സഞ്ചരിച്ചു പോകുന്ന ദേവേന്ദ്രൻ പുത്രൻ ജയന്തൻ. ജയന്തന് ദേവേന്ദ്രന്റെ എല്ലാ സ്വഭാവമുള്ള ആളാണ്. ഈ സുന്ദരിയായി പെണ്ണിനെ കണ്ടു. അയാൾക്ക് അങ്ങനെ തോന്നിയാൽ അടക്കാനാവാത്ത ഒരു മോഹമാകുമോ? കാരണം അയാൾക്ക് അധികാരമുണ്ട്. അയാൾ സ്വർഗം ഭരിക്കുന്ന ദേവേന്ദ്രന്റെ പുത്രനാണ്. ഈ ദേവന്മാർക്കുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഏത് വേഷവും കെട്ടാം. അങ്ങനെ അയാൾ കാക്കയുടെ വേഷം കെട്ടി. കാക്കയുടെ വേഷം കെട്ടി സീതയുടെ അടുത്ത് വന്നിരുന്ന് സീതയുടെ ശരീരത്തിൽ കൊത്താനും തട്ടാനും ഒക്കെ തുടങ്ങി. രാമന്റെ ഉറക്കം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സീത അതെല്ലാം സഹിച്ചു. അവിടെ സീത ഈ കാക്കയെ അടിക്കാൻ വേണ്ടി കമ്പോ കയ്യോ ഒന്നും ഉയർത്തുന്നില്ല. കാരണം രാമൻ ഉണരും. സീതയ്ക്ക് തൻ്റെ ഭർത്താവിനെ ഉണർത്തുന്നത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിന്, ഉറക്കം എന്ന് പറയുന്ന സ്വാതന്ത്ര്യത്തിനെതിരാണെന്ന് സീതയ്ക്ക്. അതുകൊണ്ട് തൻ്റെ സ്വാതന്ത്ര്യം സീത രാമന് വേണ്ടി മാറ്റിവെക്കുകയാണ്. അപ്പൊ ഈ കാക്ക ഇതൊരു സൗകര്യമായിട്ട് ഉപയോഗിച്ച് സീതയുടെ മാറത്തും മുഖത്തും ഒക്കെ കൊത്തുന്നു. അപ്പൊ ഈ മുറിഞ്ഞ തൊലിക്കകത്ത് നിന്ന് വരുന്ന ചോര ഉറങ്ങുന്ന രാമന്റെ മുഖത്ത് വീണു. അതിന്റെ നനവ് തട്ടിയാണ് രാമൻ ഉണരുന്നത്. അപ്പൊ രാമൻ നോക്കുമ്പോ ഇങ്ങനെ സീതയെ ആക്രമിക്കപ്പെടുകയാണ്. ആക്രമിക്കുന്ന ഒരു കാക്കയാണ്. രാമൻ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി യവൻ വെറും കാക്കയല്ല. അതുകൊണ്ട് രാമൻ അടുത്ത് നിന്നൊരു പുല്ലെടുത്ത് അഭിമന്ത്രണം ചെയ്ത് കാക്കയുടെ നേർക്കയച്ചു. അപ്പൊ അതിങ്ങനെ ചേറി വരുന്നത് കണ്ട് കാക്ക പറന്നുപോയി സർവ്വദേവന്മാർക്ക് മുമ്പിലും അഭയം പ്രാപിച്ചെന്നാണ്. അവസാനം എല്ലാ ദേവന്മാരും പറഞ്ഞു, രാമൻ അയച്ചതാണെങ്കിൽ രാമന് മാത്രമേ തിരിച്ചു പിടിക്കാൻ പറ്റൂ. അങ്ങനെ രാമന്റെ അടുത്ത് വന്ന് അപേക്ഷിക്കുകയാണ്. അപ്പൊ രാമൻ പറയുന്നു, ഞാൻ അയച്ചത് നീ ഒരു തെറ്റ് ചെയ്തുകൊണ്ട്. തെറ്റൊരാൾ ചെയ്താൽ ആരാണെങ്കിലും, നീയോ നിന്റെ അച്ഛനോ ആണെങ്കിലും അതിന്റെ ശിക്ഷ അനുഭവിക്കും. അതുകൊണ്ട് ഇത് നിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും വന്നുകൊള്ളും. അത് എവിടെയാണെന്ന് നിശ്ചയിക്കാനുള്ള അവകാശം നീ വന്ന് യാചിച്ചത് കൊണ്ട് ഞാൻ നിനക്ക് തരും. നിനക്കത് നിശ്ചയിക്കും. അപ്പൊ അയാൾ ഒരുപാട് ആലോചിച്ചിട്ട് അയാൾ കണ്ടെത്തിയത് തെറ്റ് ചെയ്തത് കണ്ണാണ്. മിക്കവാറും അത് വളരെ ശരിയാണ്. ഒരുപാട് തെറ്റ് ചെയ്യുന്നത് നമ്മളെ കണ്ണാണ്. ഈ കണ്ണില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് ശിക്ഷ കിട്ടാതെ പോയിരുന്നു. കണ്ണാണ് പ്രശ്നം. അതുകൊണ്ട് അയാൾ പറഞ്ഞു, എൻ്റെ ഒരു കണ്ണിൽ ഇത് കൊണ്ടോട്ടെ. അങ്ങനെ കൊണ്ടത് കൊണ്ടാണ് കാക്കയ്ക്ക് ഇപ്പോഴും കോങ്കണ്ണുള്ളത് എന്നാണ് രാമായണം വിവരിക്കുന്നത്.
പക്ഷെ സീത അത് ആസ്വദിച്ചു. തന്റെ ഭർത്താവ് തനിക്ക് വേണ്ടി തെറ്റ് ചെയ്ത ദേവനാണെങ്കിലും ഒരാളെ ശിക്ഷിച്ച രീതി സീതയ്ക്ക് ഇഷ്ടമായി. എന്നാൽ രാവണ സോദരി ശൂർപ്പണഖ വന്ന് അവൾ രാമനും ലക്ഷ്മണനോ ആരെങ്കിലും തന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹപ്പെട്ടപ്പോൾ സമ്മതിക്കാത്തതുകൊണ്ട് പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ സീതയെ ആക്രമിച്ച ശൂർപ്പണഖയെ ആക്രമിച്ച ലക്ഷ്മണന്റെ രീതിയോട് സീതയ്ക്ക് പൊരുത്തമില്ലായി. രാമൻ ജയന്തനോട് കാണിച്ചത് സീത ആസ്വദിക്കുകയും ലക്ഷ്മണൻ ശൂർപ്പണഖയോട് കാണിച്ചത് ആസ്വദിക്കാൻ പറ്റാതെ പോവുകയും ചെയ്തു. ഇതാണ് സീത. അപ്പൊ സീത സ്വാഭാവികമായി കാട്ടിൽ വസിക്കുമ്പം സീതയുടെ സൗന്ദര്യം ശൂർപ്പണഖയാണ് പോയി രാവണനോട് പറയുന്നത്. രാവണനോട് ശൂർപ്പണഖ പറയുന്നത്, നിങ്ങൾക്ക് എത്ര സുന്ദരിമാരുണ്ടെങ്കിലും, ലോകസുന്ദരി മണ്ഡോദരി ഉണ്ടെങ്കിലും, മറ്റാരൊക്കെ ഉണ്ടെങ്കിലും സീത ഇല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമല്ല. അത്ര സുന്ദരിയാണ് സീത. അപ്പൊ ഈ രാജാക്കന്മാർക്ക് അത് മന്ധര കൈകേയിയോടാണെങ്കിലും ശകുനി ദുര്യോധനനോടാണെങ്കിലും ഈ ശൂർപ്പണഖ രാവണനോടാണെങ്കിലും സത്യത്തിൽ ഒരാളെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുന്നതിൽ, പ്രത്യേകിച്ച് അധികാരത്തിലുള്ള ഒരാളെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുന്നതിൽ അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് വല്ലാത്ത സ്വാധീനം ചെലുത്താൻ പറ്റും. രാവണനെ അങ്ങനെ സ്വാധീനിക്കുന്നത് കാരണം രാവണന് പെണ്ണ്, പ്രത്യേകിച്ച് സുന്ദരിയായ പെണ്ണ് ഒരു ദൗർബല്യമാണ്. ശൂർപ്പണഖ അതാണ് മുതലാക്കുന്നത്. അപ്പൊ രാവണൻ ചാടി പുറപ്പെട്ടു വന്ന് സ്വാഭാവികമായി മാരീചന്റെ സഹായത്തോടെ സീതയെ തട്ടിക്കൊണ്ടുപോകാൻ സന്യാസി വേഷമൊക്കെ ധരിച്ചു വന്ന് ചെയ്യുകയാണ്. അവിടെ സീത എടുക്കുന്ന ഒരു സ്വാതന്ത്ര്യം ഒരു സംവാദ വിഷയമാണ്. അതായത് രാമൻ മാനിന്റെ പിറകെ പോയി മാനിനെ അമ്പ ചെയ്ത് മാൻ വീഴുമ്പം രാമന്റെ ശബ്ദത്തിൽ അയാൾ വിളിച്ചു. അത് കേട്ട് സീത ലക്ഷ്മണനെ നിർബന്ധിച്ചയച്ചു എന്നതൊക്കെയാണ്. അതൊക്കെ വരുമ്പോൾ ലക്ഷ്മണൻ കാട്ടിലേക്ക് പോകുന്നത് ഒരു ലക്ഷ്മണ രേഖ വരച്ചിട്ടാണ്. അവിടെ ഒരുപാട് പേര് പറയുന്നത് സീത ആ ലക്ഷ്മണ രേഖ മറികടക്കാതിരുന്നെങ്കിൽ സുരക്ഷിതയായിരുന്നു. പക്ഷെ മറികടക്കാതിരുന്നാൽ സീതയുടെ സ്വാതന്ത്ര്യത്തെ ലക്ഷ്മണൻ അടിയറവയ്ക്കുക. വാൽമീകി അവിടെ സത്യത്തിൽ നമുക്കൊരു സംവാദത്തിന്റെ വിത്തിട്ട് തരികയാണ്. സീതയെ അവിടെയും സീതയുടെ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ അളവിനെ വാൽമീകി കുറയ്ക്കുന്നില്ല. തനിക്ക് അപകടം പറ്റിയാലും സീതയ്ക്ക് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചേ പറ്റൂ. കാരണം സീത എന്ന കഥാപാത്രം സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായി ഒരു പെൺ രൂപത്തിലാക്കി വാൽമീകി അവതരിപ്പിക്കുന്നതാണ് സീത. സീത അതുകൊണ്ടത് മറികടക്കും. അത് മറികടന്നു സ്വാഭാവികമായി രാവണൻ കരുത്തുപയോഗിച്ച് സീതയെ തട്ടിക്കൊണ്ടുപോയി. തട്ടിക്കൊണ്ട് പോകുമ്പം സീത വഴിക്ക് വെച്ച് നിലവിളിച്ചു. കാരണം സ്വാതന്ത്ര്യത്തിന്റെ അവസാന സംരക്ഷണം പ്രകൃതിക്കാണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യം ശുദ്ധമാണെങ്കിൽ, നന്മയുള്ളതാണെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ പ്രകൃതി ഉണ്ടാവുമെന്ന ഒരു തത്വം കൂടി വാൽമീകി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ജടായു വരുന്നതും ഏറ്റുമുട്ടുന്നതും ജടായു രാവണൻ വധിക്കുന്നതും. രാവണൻ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ സീത കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങളിൽ പലതും താൻ ഉടുത്തിരിക്കുന്ന വസ്ത്രമൊന്നും മുറിച്ച് അതിനകത്ത് ചുരുട്ടി കാട്ടിൽ ഉപേക്ഷിക്കുക. അതായത് സീതയ്ക്ക് ആഭരണം ഉപേക്ഷിക്കാൻ ഒരു പ്രയാസമില്ല. സീതയ്ക്ക് സ്വാതന്ത്ര്യം ഒഴിച്ച് മറ്റെന്തുപേക്ഷിക്കാനും പ്രയാസമില്ല. നമ്മുടെ നാട്ടിൽ പലരും സ്വാതന്ത്ര്യം ഉപേക്ഷിച്ചാണ് പലതും നേടുന്നത്. സീത മറ്റെല്ലാം ഉപേക്ഷിക്കും, സ്വാതന്ത്ര്യം ഒഴിച്ച്. അതാ കഥാപാത്രത്തിന്റെ പ്രത്യേകതയാണ്. അതിനാണ് വാൽമീകിയെ സത്യത്തിൽ നമ്മൾ വാൽമീകിയുടെ ഓർമ്മയെ തന്നെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാൽ നമ്മൾ കാൽ തൊട്ട് വണങ്ങേണ്ട അർത്ഥത്തിൽ അവതരിപ്പിച്ച കഥാപാത്രം സീതയാണ്.
സീതയെ ലങ്കയിൽ കൊണ്ട് ചെന്ന്, ലങ്ക എന്ന ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടം, ഒന്നാം ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടം 10 നില കെട്ടിടമാണ്. അത് ലങ്കയിലുണ്ട്. ലോകത്തിലെ സമ്പത്തിൽ വലിയ പങ്ക് ലങ്കയിലുണ്ട്. ലോകത്തിന്റെ അധികാരം രാവണനുണ്ട്. എല്ലാ ആർഭാടവും ലങ്കയിലുണ്ട്. രാവണന്റെ ധാരണ ഇതെല്ലാം കാണുമ്പോൾ ലോകത്തിലെ ഏത് പെണ്ണും അതിലഭിരമിക്കാൻ വേണ്ടി തനിക്ക് വഴങ്ങുമെന്നാണ്. ലോകത്തിലെ സാധാരണ പെൺകുട്ടികളെല്ലാം ഇതിൽ വഴങ്ങിപ്പോകും. ഇത് രാവണന്റെ ഒരു മോഹമാണ്. പക്ഷെ രാവണന് മനസ്സിലാകാതെ പോയത് സീത കൊട്ടാരം ഉപേക്ഷിച്ചവളാണ്, കാട് തെരഞ്ഞെടുത്തവളാണ്. രാവണൻ തട്ടിക്കൊണ്ടു പോകുമ്പോൾ തന്നെ ഉള്ള ആഭരണവും കൊട്ടാരവും ഉപേക്ഷിച്ചവളാണ്. അങ്ങനെ കൊട്ടാരവും ആഭരണവും ഉപേക്ഷിച്ച ഒരു പെണ്ണ് 10 നില കെട്ടിടവും അവിടുത്തെ സമ്പത്തും അന്തസ്സും പദവിയും ആഹാരവും ഒക്കെ കണ്ട് വീണു പോകുമെന്ന് ധരിച്ച രാവണനാണ് തെറ്റ്. സീത ആ കൊട്ടാരത്തിന്റെ പടിയിൽ ചവിട്ടിയില്ല. സീത കൊടുത്തതൊന്നും ഉപയോഗിച്ചില്ല. സീത കാട്ടിൽ തന്റെ ഭർത്താവ് വസിക്കുന്നത് കൊണ്ട് ലങ്കയിൽ കാട് പോലുള്ള ഒരു സ്ഥലത്തെ ഒരു വലിയ വൃക്ഷത്തിന്റെ ചുവട്ടിൽ പോയിരുന്നു. അപ്പോഴും രാവണന്റെ ധാരണ പിന്നെ 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 ഇവിടെ വഴങ്ങുമെന്നാണ്. തിരിച്ചു പോകാൻ വഴിയില്ലാതെ വന്നാൽ ഒരു സമ്മർദ്ദം കൂടി വിലങ്ങ് പോലെ അഴിക്കാൻ പറ്റാതെ തൻ്റെ മോഹങ്ങളുടെ, തൻ്റെ മൂല്യങ്ങളുടെ പുറത്തു വീണാൽ വഴങ്ങിപ്പോവും. രാമനും ആ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സീത അഗ്നിശുദ്ധിക്ക് വിധേയമാകേണ്ടി വരുന്നത്. പക്ഷെ സീത അതിലൊന്നും വീണില്ല എന്ന് മാത്രമല്ല, രാവണനെ തിരുത്താൻ കഴിഞ്ഞ ഒരേ ഒരു പെണ്ണ് സീതയാണ്. സീത ഒരു വർഷമേ ലങ്കയിൽ, ഒരു വർഷത്തിനകത്തേ ഉണ്ടായിരുന്നുള്ളൂ. വിഭീഷണൻ രാവണനെ തിരുത്താൻ ശ്രമിച്ചു, തിരുത്തിയില്ല. കുംഭകർണൻ തിരുത്താൻ ശ്രമിച്ചു, തിരുത്തിയില്ല. അക്കാലത്തെ ലോകത്തിലെ ഏറ്റവും സുന്ദരിമാരിൽ ഒരാളായിരുന്നു മണ്ഡോദരി, രാവണന്റെ ഭാര്യയായി. തിരുത്താൻ ശ്രമിച്ചു, രാവണൻ തിരുത്തിയില്ല. അതായത് കെട്ടിക്കൊണ്ടുവന്ന മണ്ഡോദരിക്ക് കഴിയാത്തത് തട്ടിക്കൊണ്ടുവന്ന സീതയ്ക്ക് കഴിയും. അവിടെയാണ് വാൽമീകി ഒരു പെണ്ണാരെന്ന്, പെണ്ണിന്റെ ശക്തി ആരെന്ന് കാണിച്ചത്. രാവണനെ വധിക്കാനേ കഴിഞ്ഞുള്ളൂ. പക്ഷേ രാവണനെ തിരുത്താൻ കഴിഞ്ഞത്, ലങ്കയിലെ ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ സ്വഭാവം കൊണ്ട് കീഴടക്കാൻ കഴിഞ്ഞത് സീതയ്ക്ക്. ഇതിനിടയിലാണ് ലങ്കയിൽ ഹനുമാൻ എത്തുന്നത്. ഹനുമാനും വാൽമീകിയുടെ മാനസപുത്രനാണ്. ഹനുമാൻ പുത്രനാണെങ്കിൽ സീത പുത്രിയാണ്, സഹോദരന്മാരാണ്. അതൊക്കെ കഥയിൽ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന. അത് കഴിഞ്ഞ് രാമന്റെ കാടുവാസികളായ വനനരന്മാർ ചേർന്ന സൈന്യം, അവരെല്ലാം ചേർന്ന് ആ യുദ്ധത്തിൽ അവസാനം രാവണനെ വധിച്ചു. അപ്പൊ രാമൻ ജയിച്ചു, രാവണൻ മരിച്ചു. പക്ഷേ ലങ്ക തോറ്റില്ല. ലങ്കയിൽ ബാക്കിയുള്ള പെണ്ണും കുട്ടികളും പ്രായമായി വരുന്നു. അവർ കണ്ണീരോടുകൂടി ജീവിക്കുന്നുണ്ട്. ജയിച്ച രാമന്റെ അടുത്തേക്കാണ് സീതയെ കൊണ്ടുവരാൻ രാമൻ നിർദ്ദേശം കൊടുക്കുന്നത്. വിഭീഷണനാണ് നിർദ്ദേശം കൊടുക്കുന്നത്. അപ്പൊ സീതയെ ഒരുക്കി കൊണ്ടുവരണമെന്നാണ് നിർദ്ദേശം കൊടുക്കുന്നത്. അപ്പൊ ഒരുക്കിയാണ് കൊണ്ടുവരുന്നത്. അപ്പോഴാണ് ഈ ലങ്കയിലെ ജനങ്ങൾ ലോകം ഭരിക്കുന്ന തങ്ങളുടെ രാജാവിൻ്റെ മനസ്സിനെ ഭരിച്ച സുന്ദരി ആരാണ്? കാരണം അവർ ലോകത്തിന്റെ ചക്രവർത്തിയാണ് രാവണൻ. അവർ ആ രാവണനെ ഭരിച്ച, ലോകത്തിന്റെ രാവണനെയും ഭരിച്ച ചക്രവർത്തിനി സീതയാണ്. ആളുകൾ ഇങ്ങനെ രഥത്തിൽ വരുന്ന സീതയെ ആദ്യം കണ്ടപ്പോൾ തന്നെ മണ്ഡോദരിയുടെ സൗന്ദര്യം അവർ കണ്ടിട്ടുണ്ട്. സൗന്ദര്യത്തിൽ മണ്ഡോദരിക്ക് മുകളിലൊന്നുമല്ല സീത. പക്ഷെ സീത പ്രത്യേകതയുള്ളൊരു പെണ്ണാണ്. അത്ര ശാലീനത്വമുള്ളൊരു പെണ്ണിനെ അവർ കണ്ടിട്ടില്ല.
അങ്ങനെ ഒരു പെണ്ണിനെ അവർ കണ്ടിട്ടില്ല. മെലിഞ്ഞുണങ്ങിയെങ്കിലും കരിഞ്ഞു പോകാത്ത ഒരു ശാലീനതയുടെ പ്രഭാതം പോലാണ് സീത രഥത്തിലിരിക്കുന്നത്. അവർ കണ്ട് കൊതി തീരാതെ രഥത്തോടൊപ്പം സഞ്ചരിക്കുകയാണ്. കുട്ടികളും വിധവകളും ഒക്കെ ആയ അവർ അവരുടെ ദുഃഖങ്ങൾ മറന്ന് സീതയ്ക്കൊപ്പം സഞ്ചരിക്കുക. അപ്പൊ രാമന് ദൂരെ നിന്നപ്പോൾ മനസ്സിലായി, ആയിരക്കണക്കിന് സ്ത്രീകളും കുട്ടികളുമാണ് സീതയോടൊപ്പം സഞ്ചരിക്കുന്നത്. സീത രഥത്തിലായതുകൊണ്ട് അവർ ഓടുകയാണ്. അപ്പൊ രാമൻ നിർദ്ദേശം കൊടുത്തു, ഇറങ്ങി നടക്കാൻ. സീതയ്ക്കും സന്തോഷമായി. സീത രഥത്തിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. നടക്കുമ്പോൾ ഒരു നഗരത്തിലെ ജനത മുഴുവൻ സീതയോടൊപ്പം, ജീവിച്ചിരിക്കുന്നവർ മുഴുവൻ. അവർക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്. കാരണം അവരുടെ എല്ലാ ബന്ധുക്കളും മരിച്ചു പോയവരാണ്. അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായതാണ്. ആ മനുഷ്യരാണ് സീതയോടൊപ്പം ആരാധനയോട് നടക്കുന്നത്. നടന്ന് മുന്നിലെത്തുമ്പോഴാണ് രാമനൊരു സംശയം. താൻ രാവണനെ വധിച്ചു, ജയിച്ചു. പക്ഷെ അവൾ ഒരു ആയുധവും എടുക്കാതെ ഒരു ജനതയെ കീഴ്പ്പെടുത്തി അവളുടെ ആരാധികമാരാക്കി, അവളെ സ്നേഹിക്കുന്നവരാക്കി. അപ്പൊ താനാണോ ജയിച്ചത്, എവളാണോ ജയിച്ചത്? അപ്പൊ രാവന് തോന്നി, അങ്ങനെയാണെങ്കിൽ എവിടെ ഒരുപക്ഷെ രാവണൻ നശിപ്പിച്ചു കാണും. അല്ലാതെ രാവണൻ ഇന്നേ വരെ ഒരു പെണ്ണിനെ അയാൾ മോഹിച്ചെങ്കിൽ ആ പെണ്ണിനെ അയാൾ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇവൾ ഒരു വർഷം അയാളുടെ കസ്റ്റഡിയിലുണ്ടായിട്ട് ഇവൾ നശിച്ചില്ല എന്ന് എങ്ങനെ വിശ്വസിക്കും? അവിടെ രാമൻ ഒരു സാധാരണ മനുഷ്യനായി പോവുകയാണ്. അങ്ങനെയാണ് രാമൻ സീതയോട് പറയുന്നത്, നിന്നെ സ്വതന്ത്രമാക്കുക എന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ആ വാക്കിൽ ഒരു തെറ്റുണ്ട്. സീത സ്വതന്ത്രയായിരുന്നു. ലങ്കയിൽ രാവണൻ സ്വതന്ത്രയായിരുന്നില്ല. സീതയുടെ മുമ്പിൽ മണ്ഡോദരിയും സ്വതന്ത്രയായിരുന്നില്ല. പക്ഷേ രാവണൻ തട്ടിക്കൊണ്ടുവന്ന സീത സ്വതന്ത്രയായിരുന്നു. ആ ശിംശഭാവൃക്ഷം പോലെ സീത സ്വതന്ത്രയായിരുന്നു. പക്ഷെ അത് രാമൻ മനസ്സിലായി. രാമനെന്നല്ല, ഇപ്പോഴുള്ള ഏതാണിനും മനസ്സിലാവില്ല. അത് സീതയായാലേ മനസ്സിലാവും. അപ്പൊ രാമൻ പറയുന്നത്, നിനക്ക് സ്വതന്ത്രയായി, നിനക്ക് ഇഷ്ടമായ ജീവിതം തിരഞ്ഞെടുക്കാം. അപ്പം സീത ആലോചിക്കുന്നുണ്ട്, അത് പറ്റുകയല്ല. ഞാൻ നിങ്ങൾക്കൊപ്പം അയോധ്യയിൽ നിന്ന് കൊട്ടാരം വിട്ടവളാണ്. നിങ്ങൾ അയോധ്യയിൽ എത്തുമ്പോൾ എനിക്കും നിങ്ങളോടൊപ്പം അയോധ്യയിലെത്തണം. പിന്നുള്ള കാര്യം പിന്നെയാണ്. അപ്പോഴാണ് രാമൻ ഒരു വ്യവസ്ഥ വയ്ക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നീ പരിശുദ്ധയാണെന്ന് അഗ്നിശുദ്ധി വരുത്തണം. ബാക്കി എല്ലാവരും ഞെട്ടുകയാണ്, രാമൻ ഒഴിച്ച്. സീത അതിന് തയ്യാറാവുകയാണ്. കാരണം സീതയ്ക്ക് മരിച്ചാണെങ്കിലും ലങ്കയിലെത്തിയേ പറ്റൂ, ഇനി ജീവിച്ചിരിക്കുകയാണെങ്കിലും ലങ്കയിലെത്തിയേ പറ്റൂ. അല്ല, ലങ്കയിലല്ല, അയോധ്യയിലെത്തിയേ പറ്റൂ. അങ്ങനെയാണ് അഗ്നി പരീക്ഷ കഴിഞ്ഞ് അവർ പുഷ്പവിമാനത്തിൽ തന്നെ അയോധ്യയിലെത്തുകയായി. അയോധ്യയിലെത്തിക്കഴിഞ്ഞ് സ്വാഭാവികമായി രാമൻ രാജാവുകയാണ്. അപ്പൊ സീതയ്ക്ക് രാജ്ഞിയായേ പറ്റൂ, രാജ്ഞിയാവുകയാണ്. ആ കൊട്ടാരം കാട് സ്വീകരിക്കുന്ന പോലെ സീതയെ സ്വീകരിച്ചില്ല. അത് കൊട്ടാരത്തിന്റെ പ്രശ്നമാണ്. ഒരു അധികാരത്തിന് ഒരു വിശുദ്ധി സ്വീകരിക്കാൻ പറ്റുകയില്ല. അത് വാൽമീകി പറയുന്ന ഒരു ദർശനമാണ്. ഒരു വിശുദ്ധി സ്വീകരിക്കാൻ പറ്റുന്നത് ഒരു ആശ്രമത്തിനേ പറ്റൂ. അതുകൊണ്ടാണ് ഈ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ജീവിച്ച ഇടം മുഴുവൻ ആശ്രമങ്ങളായി. അവസാനം ഡൽഹിയിൽ ആശ്രമമല്ലാത്തടത്ത് ഒരുപാട് കാലം ജീവിച്ചില്ല, ഗാന്ധി വധിക്കപ്പെട്ടു. അപ്പോൾ ഒരു അധികാരത്തിൽ എവിടെയും ഒരു വിശുദ്ധി ജീവിക്കല. അത് സീതയ്ക്കും പറ്റുകയല്ല. സ്വാഭാവികമായി നാട്ടിൽ ആരോ പറഞ്ഞ സീതയും വിശുദ്ധയാണോ എന്ന ഏതോ കള്ളുകൂടിയൻ ഭാര്യയുമായിട്ടുണ്ടായ തർക്കത്തിൽ ഉന്നയിച്ച ഒന്ന് ചാരന്മാർ രാമന്റെ അടുത്തെത്തുമ്പോൾ രാമന് തോന്നി, ഭാര്യയല്ല ഒരു അധികാരിക്ക് വലുത്. അതാണ് മഹാത്മാഗാന്ധി രാമന്, അതായത് ഒരു അധികാരിക്ക് വലുത് ജനമാണ്. ജനത്തിന്റെ ഏത് പേടും അധികാരിക്ക് തന്നെക്കാൾ വലുതാണ്.
തൻ്റെ കുടുംബക്കാരുൾപ്പെടെ ലോകത്തിലുള്ള ആരും ജനമാണ് വലുത്. ജനത്തെ ഭരിക്കുക എന്ന തെറ്റ് രാമൻ ചെയ്തില്ല, ജനം ഭരിക്കുക എന്ന ശരി രാമൻ ചെയ്തു. അതാണ് ഗാന്ധി പറഞ്ഞ പ്രത്യേകത. അതിൽ രാമനെ ജനം ഭരിക്കണമെങ്കിൽ ജനത്തിൽ ആരോ ചിലര് സീതയെ ഒരു തെറ്റ് ചെയ്ത കുട്ടിയായി കണക്കാക്കുന്നെങ്കിൽ സീതയെ ഉപേക്ഷിക്കണം. സീതയെ ഉപേക്ഷിച്ചു. സീത കാട്ടിൽ പോയി. സ്വാഭാവികമായി സീതയ്ക്ക് വേണമെങ്കിൽ മരിക്കാമായി. പക്ഷെ മരിക്കാൻ പറ്റാത്തത് സീത ഗർഭിണിയാണ്. തന്നെ കൊല്ലാനുള്ള അവകാശം സീതയ്ക്കുണ്ട്, അത് സീതയുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ തൻ്റെ വയറ്റിലെ കുട്ടിയെ കൊല്ലാനുള്ള അവകാശം ഒരു അമ്മയ്ക്കുമില്ല, അത് സീതയ്ക്കുമില്ല. അവിടെയും ഒരു മഹത്തായ സന്ദേശമാണ് സീത കാണിച്ചു തരുന്നത്. അതുകൊണ്ട് സീത വാൽമീകിയുടെ ആശ്രമത്തിൽ പ്രസവിച്ചാൽ സ്വാഭാവികമായി കൊച്ചിനെയൊക്കെ വളർത്തിയെടുത്തേ പറ്റും. അവർക്ക് സ്വന്തമായിട്ടൊക്കെ ചിലത് ചെയ്യാൻ കഴിയുന്നത് വരെ അമ്മയുടെ ആവശ്യമുണ്ട്. അച്ഛനില്ല, അല്ലെങ്കിൽ രാവണനായി പോകും. സീതയുടെ മക്കൾ രാവണനാവരുത് എന്ന് സീതയ്ക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് സീത വളർത്തി, 2 കുട്ടികളെയും വളർത്തി. വാൽമീകി അതിൽ സഹായിച്ചു. ആ കാലത്താണ് രാമൻ നാട്ടിലൊരു യാഗം നടത്തുന്നത്. യാഗം നടത്തുമ്പോൾ ആ കാലത്ത് ഭാര്യ ഭർത്താവിൻ്റെ യാഗസ്ഥലത്ത് പീഠത്തിൽ ഇടതുവശത്തിരിക്കണം. പക്ഷെ അതിന് രാമന് ഭാര്യയില്ല. അതുകൊണ്ടാണ് കാഞ്ചന സീതയെ കൊണ്ടിരുന്നത്. സ്വർണത്തിലുണ്ടാക്കിയ ഒരു സീതാ വിഗ്രഹത്തെ കൊണ്ടിരുത്തിയാണ് യാഗം നടത്തുന്നത്. ആ യാഗശാലയിലാണ് വാൽമീകിയും ലവകുശന്മാരും എത്തുന്നത്. വാൽമീകി അവരെ ഈ രാമായണം കഥ തന്നെ പാടി പഠിപ്പിച്ച് അത് മനോഹരമായി പാടാനുള്ള ഒരുക്കം നടത്തിയാണ് കൊണ്ടുവരുന്നത്. അവിടെ അവർ ആ കഥ പാടുകയാണ്. എല്ലാ യാഗശാലയിലും കൂടുന്ന മനുഷ്യർക്ക് കഥ പറഞ്ഞ്, അങ്ങനെയാണ് ഈ കഥകൾ തന്നെ പലതും ജനിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു തെറ്റ്, എല്ലാ കഥകളും മിക്കവാറും ബ്രാഹ്മണർ സൃഷ്ടിച്ചതാണ്. ആ കഥകൾ രൂപപ്പെട്ടത് അതിൻ്റെ പ്രസവ മുറി ആഴത്തട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ്. പക്ഷെ അത് അവസാനം ബ്രാഹ്മണരുടെ കൈവശം എത്തിച്ചത്. അപ്പോഴാണ് ആ കഥകളിലെല്ലാം അതിഭാവത്വവും ഈ ബ്രാഹ്മണ മേധാവിത്വ സ്വഭാവവും ദേവന്മാരുടെ സാന്നിധ്യമൊക്കെ വരുന്നത് അങ്ങനെ. എന്തായിരുന്നാലും ആ കഥ പാടുകയാണ്. അപ്പൊ ആ കഥയിലെ നായകൻ വില്ല സ്വഭാവമുള്ള രാമനാണ്, പിന്നെ ലക്ഷ്മണനാണ്, പിന്നെ രാവണനാണ്, പിന്നെ അതാണ് ഇതാണ് സീതയാണ്. അപ്പൊ രാവണനും ലക്ഷ്മണനും ഈ രാമന്റെ ഭാര്യ പെശകാണെന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ഉണ്ടല്ലോ, ഇല്ല കള്ളുടിയൻ, അയാളൊക്കെ ഇത് കേൾക്കാനുണ്ട്. ഇവരെല്ലാം കേട്ട് ഈ മധുരമായ കുട്ടികളുടെ ശബ്ദത്തിൽ ആ കഥ കേട്ട് കരയുകയാണ്. കരച്ചിൽ ഏറ്റവും വലിയ പശ്ചാത്താപമാണ്. രാമൻ ഒരു കാര്യം മനസ്സിലായി, ഇത് തൻ്റെ കഥയാണ്, ഈ നാടിൻ്റെ കഥയാണ്, അധികാരം ചെയ്ത തെറ്റിൻ്റെ കഥയാണ്. അധികാരത്തിന്റെ തെറ്റുണ്ടാവുമ്പോൾ കടന്നു വരുന്ന യുദ്ധത്തിന്റെ കഥയാണ്. അപ്പോഴാണ് രാമൻ ചോദിക്കുന്നത്, ഈ കുട്ടികളായിരുന്നു? അപ്പോൾ വാൽമീകി പറയുന്നു, അങ്ങയുടെ മക്കളാണ്. അപ്പൊ രാമൻ അന്വേഷിക്കുന്നു, സീത എവിടെയാണ്? ആശ്രമത്തിലുണ്ടെന്ന് പറയും. അപ്പോൾ വാൽമീകിയോട് സീതയെ കൊണ്ടുവരാൻ പറയാം. വാൽമീകി വിളിച്ചാൽ സീത എവിടെയും പോകും. കാരണം വാൽമീകി സീതയെ രക്ഷിച്ചയാളാണ്. അങ്ങനെ സീത അയോധ്യയിലെ യാഗസ്ഥലത്തെത്തുകയാണ്. അവസാനം കാണുന്നത് അങ്ങനെയാണ്. അതിന്റെ വാൽമീകി കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആദ്യം സീതയെ കാണുമ്പോൾ സീത മുകളിലാണ്, ജനകകൊട്ടാരത്തിൽ രാമൻ താഴെയാണ്. അവസാനം രാമനെ കാണുമ്പോൾ രാമൻ മുകളിലാണ്, സീത താഴെയാണ്. സീത തറയിൽ നിൽക്കുകയാണ്, രാമൻ അധികാരത്തിലിരിക്കുകയാണ്. രാമൻ സീതയെ ക്ഷണിക്കുന്നു, നീ എൻ്റെ ഇടതു ഭാഗത്തിരിക്കുന്ന ഈ സ്വർണ്ണ വിഗ്രഹം എടുത്തു മാറ്റി ഇവിടെ വന്നിരിക്കുക. അപ്പോൾ സീതയ്ക്ക് രാമനെ രക്ഷിച്ചേ പറ്റൂ. സീത അപ്പൊ അവിടെ പോയി ഇരുന്നാലും ഈ അപവാദം മാറുകയില്ല.
അപവാദം കൊണ്ട് സീതയെ ഉപേക്ഷിച്ചവനാണ് രാമൻ. സീതയ്ക്ക് തിരിച്ചു പോകാൻ പറ്റുകയല്ല. സീതയെ രാമനെ കൂടി രക്ഷിച്ചേ പറ്റൂ. അപ്പൊ അധികാരത്തിലേക്ക് രാമൻ സീതയെ ക്ഷണിക്കുന്നു, സീത മരണത്തിലേക്ക് രാമനെ ക്ഷണിക്കുന്നു. അത് വാക്കാലല്ല, ആത്മാവിലാണ്. അധികാരത്തിലേക്ക് സീത എത്തിപ്പോയാൽ സീതയുടെ സ്വാതന്ത്ര്യം നഷ്ടമാകും. അവിടെയാണ് രാമായണത്തിൽ സീതയുടെ സ്വാതന്ത്ര്യത്തിന്റെ പരമാവധി. ഒരു നക്ഷത്രത്തോളം തിളക്കവും അത്രത്തോളം അകലവും സീതയുടെ സ്വാതന്ത്ര്യത്തിനുണ്ടാവും. സീത സത്യത്തിൽ രാമനെ കൂടി രക്ഷിച്ച് സീത അവിടെ മരിച്ചു വീണു എന്നാണ്. ഭൂമി സീതയെ ഏറ്റെടുത്തു എന്നാണ്. പിന്നെ രാമന് മരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അവസാനം അതുകൊണ്ടാണ് കുമാരനാശാൻ പറഞ്ഞത്, ഇത് രാമായണമാണോ സീതായനമാണോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. കാരണം രാമൻ അവസാനം വഴിയില്ലാതായി. രാമൻ കാട്ടിയ വഴിയാണ് രാമായണം. പക്ഷെ അവസാനം രാമന് വഴി കാട്ടിയത് സീതയാണ്. രാമന് രക്ഷപ്പെടാൻ പിന്നെ ഒരു വഴിയേ ഉള്ളൂ. തന്റെ സങ്കടങ്ങൾ ഇറക്കി വെക്കാൻ ഒരു വഴിയേ ഉള്ളൂ, അധികാരം ഒഴിയുക. അധികാരം രാജിവെച്ചൊഴിയാനൊന്നും പറ്റുകയല്ല. രാജാധികാരത്തിൽ മരണമാണ്. അതിനു മുമ്പേ നടന്നു പോകുന്നത് ലക്ഷ്മണനാണ്. ലക്ഷ്മണൻ രാമനും ഒരു മഹർഷിയും തമ്മിലുള്ള ചർച്ചയിൽ കടന്നു വന്ന് ലക്ഷ്മണൻ സരയുവിൽ മരിച്ചു, രാമനും സരയുവിൽ മരിച്ചു. അവിടെ സീത മണ്ണിലേക്കാണ് താണുപോയത്. മണ്ണിലേക്ക് താണുപോയ സീതയെ തേടിപ്പോകണമെങ്കിൽ വെള്ളത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റും. കാരണം വെള്ളം മണ്ണിനടിയിലൂടെ സഞ്ചരിച്ച് സീതയുടെ അടുത്തെത്തും. മുമ്പേ തന്നെ ക്ഷണിച്ച് തന്നെ രക്ഷിച്ച് മരിച്ചുപോയ സീതയുടെ അടുത്ത് രാമൻ സീതയ്ക്ക് മുമ്പിൽ തൻ്റെ സ്വാതന്ത്ര്യം അടിയറ വെച്ച് സീതയുടെ അടുത്തേക്ക് പോകാൻ സരയുവിൽ മുങ്ങി. കവി പറയുന്ന മനോഹരമായിട്ടാണ്. ഒരു കൂട്ടം ആളുകൾ മുങ്ങി, ബാക്കി എല്ലാവരും പൊങ്ങി, രാമൻ ആ ഓളങ്ങളിൽ ഒഴുകി മറന്നതാണ്. സത്യത്തിൽ അത് സീതയുടെ സ്വാതന്ത്ര്യമാണ്. വിവേകാനന്ദൻ പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത, കണ്ടുപോകാൻ മാത്രം കഴിയുന്ന ലോക സാഹിത്യത്തിലെ ഏക സ്ത്രീ സീതയാണ്. കാരണം അത് സ്വാതന്ത്ര്യമാണ്. സീത അച്ഛനോ ഭർത്താവിനോ തട്ടിക്കൊണ്ടുപോയ രാവണനോ ഇനി മക്കൾക്കോ അല്ല മഹർഷിമാർക്കോ സീത പണയം വെക്കാതിരുന്നത് ഒറ്റ കാര്യമാണ്, സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യമെന്ന് നമ്മൾ പറയുന്നത് എന്താണ്? അതിൻ്റെ ത്യാഗം എത്രയാണ്, അതിൻ്റെ മനോഹാരിത എത്രയാണ്, അതിൻ്റെ തിളക്കം എത്രയാണെന്ന് ലോകത്തിന് കാണിച്ചു തന്ന ഒരു അത്യത്ഭുത കഥാപാത്രമാണ്. ഈ മാതാപിതാക്കളെ പോലും നൽകാതെ, സ്വാതന്ത്ര്യത്തിന് സത്യത്തിൽ മാതാപിതാക്കളില്ല, അതുകൊണ്ടാണ് നൽകാതിരുന്നത്. അതിൻ്റെ പൂർണ്ണതയാണ് സീത. ആ പൂർണ്ണതയിൽ ഉൾക്കൊണ്ടാൽ ഒരമ്മയ്ക്ക് മക്കളോട് പെരുമാറാനും ഒരു മക്കൾക്ക് അമ്മയോട് പെരുമാറാനും നമുക്ക് സമൂഹത്തോട് പെരുമാറാനും സമൂഹത്തിന് പരസ്പരം സ്വാതന്ത്ര്യത്തോടെ പെരുമാറാനും കഴിഞ്ഞാൽ ലോകത്ത് ഒരിടത്തും കരയുന്ന ഒരു മനുഷ്യന്റെ കണ്ണുനീർ മണ്ണിൽ വീഴുകയല്ല. ആരും അനാഥരാവുകയല്ല. ആരും അനാഥരാവാതിരിക്കാൻ ഒരു അനാഥ പെൺകുട്ടി എങ്ങനെ സനാഥയായി സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചു എന്നതിൻ്റെ തെളിവാണ്, പൂർണ്ണതയാണ് സീത. അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.